അല്ലാഹു 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 അല്ലാഹു. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. ബിസ്മില്ലാഹി വൽഹംദുലില്ലാഹി വസ്സലാത്തു വസ്സലാമു അലാ സയ്യിദിനാ മുഹമ്മദിൻ വഅലാ ആലിഹി വസ്വഹ്ബിഹി അജ്മഈൻ. അമ്മാ ബഅദ്. ഒരു മുസ്ലിമായ മനുഷ്യൻ മനസ്സിലാക്കേണ്ട അത്യാവശ്യമായ കാര്യമാണ് നിസ്കാരം. ആ നിസ്കാരത്തിൽ നിന്ന് ഫർളായ നിസ്കാരത്തെ സംബന്ധിച്ച് നമ്മുടെ ഈ ചാനലിൽ ഉണ്ട്. സുന്നത്ത് നിസ്കാരത്തിന്റെ ശ്രേഷ്ഠതകളെ സംബന്ധിച്ചാണ് ഈ ചാനലിൽ ഇപ്പോൾ ആരംഭിക്കുന്നത്. പല ഭാഗങ്ങളായിട്ടാണ് ഇത് അവതരിപ്പിക്കുന്നത്. ഒന്നാമത്തെ ഭാഗമാണ് ഇത്. വളരെ കുറഞ്ഞ സമയം മാത്രമാണ് ഓരോ ഭാഗങ്ങളും നിർണയിച്ചിട്ടുള്ളത്. അത് ശ്രോതാക്കളുടെ, അത് മനസ്സിലാക്കുന്നവരുടെ സൗകര്യത്തിന് വേണ്ടിയാണ് പ്രധാനമായി. അതുകൊണ്ട് ഇതിന്റെ ആദ്യം കേൾക്കുന്നവർ ഒരു അറിവ് കരസ്ഥമാക്കുക എന്ന ആഗ്രഹത്തോടു കൂടെ ഇതിന്റെ അവസാനം വരെ 10 മിനിറ്റിലും താഴെയുള്ള സമയം മാത്രമായിരിക്കും കേൾക്കണം എന്ന് ഉണർത്തുകയാണ്. ഇതിന്റെ തുടർ ഭാഗങ്ങളും കേൾക്കണമെന്ന് പ്രത്യേകമായി അപേക്ഷിക്കുകയാണ്. ഫളായിലു സ്വലവാത്തിൻ നാഫില, സുന്നത്ത് നിസ്കാരത്തിന്റെ ശ്രേഷ്ഠതകൾ. റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു, വഖാല സല്ലല്ലാഹു അലൈഹി വസല്ലം, ഇന്ന അവ്വല മാ യുഹാസബു ബിൽ അബ്ദു യൗമൽ ഖിയാമത്തി മിൻ അമലിഹി സ്വലാത്തുഹു. ഒരു മനുഷ്യനോട് ഖിയാമത്ത് നാളിൽ ആദ്യമായി വിചാരണ നടത്തപ്പെടുന്നത് നിസ്കാരത്തിനെ സംബന്ധിച്ചാണ്. ഫഇന്നക സമിന്നാ ശൈഉൻ, ആ നിസ്കാരത്തിൽ നിന്ന് എന്തെങ്കിലും ന്യൂനതകൾ ഉണ്ടായാൽ ഖാല റബ്ബ് സുബ്ഹാനഹു വ തആല പറയും മലക്കുകളോട്, ഉൻദുറു, നിങ്ങൾ നോക്കുക, അല്ലി അബ്ദി മിൻ തതവ്വുഇൻ, എന്റെ അടിമക്ക് വല്ല സുന്നത്തും ഉണ്ടോ. ഇത് നിസ്കാരത്തെ സംബന്ധിച്ച് മാത്രമല്ല, നോമ്പാണെങ്കിൽ സുന്നത്ത് നോമ്പുണ്ടോ എന്ന് നോക്കുവാൻ ആവശ്യപ്പെടും. ഇനി സക്കാത്താണെങ്കിൽ സുന്നത്തായ സക്കാത്തുണ്ടോ എന്ന് നോക്കുവാൻ ആവശ്യപ്പെടും. അങ്ങനെ ഫറളിൽ നിന്ന് എന്തെങ്കിലും ന്യൂനതകൾ ഫറളിനെ സംബന്ധിച്ച് ഹിസാബ് നടത്തുന്ന സമയത്ത് കണ്ടാൽ മലക്കുകളോട് അല്ലാഹു പറയും, ഉൻദുറു അല്ലി അബ്ദി മിൻ തതവ്വുഇൻ, എന്റെ ഈ അടിമ വല്ല സുന്നത്തും ചെയ്തിട്ടുണ്ടോ എന്ന് നിങ്ങൾ നോക്കുക. ഫയകുമലു ബിഹാ മാ നഖസ മിനൽ ഫരീളത്തി, ഫറളിൽ നിന്ന് വന്നതായ ന്യൂനതകളെ, കുറവ് വന്നതിനെ ആ സുന്നത്ത് കൊണ്ട് പൂർത്തിയാക്കപ്പെടും. അബൂദാവൂദ് റിപ്പോർട്ട് ചെയ്ത ഹദീസ്, ഹദീസ് നമ്പർ 864 നമ്പർ ഹദീസായി കാണാൻ സാധിക്കും. അതുകൊണ്ട് സുന്നത്ത് ആവശ്യമാണ്. നമ്മൾ ചെയ്യുന്ന ഫർളുകളിൽ അനേകം ന്യൂനതകൾ ഉണ്ടാവാം, അത് പരിഹരിക്കണം. ജമല് എന്ന ഫിഖ്ഹിന്റെ കിതാബിൽ കാണാം, വ അസ്ലു മസ്റൂഇയത്തിഹി, ഈ സുന്നത്ത് നിസ്കാരം, അതുപോലെ സുന്നത്തായ നോമ്പ്, സുന്നത്തായ സക്കാത്ത്, ഇങ്ങനെയുള്ള സുന്നത്തുകളെ ശറഅക്കപ്പെട്ടത് ലിജബരി ഖിലരിൻ ഫിൽ ഇബാദാത്തിൽ അസ്ലിയ, അസ്ലിയായ അഥവാ ഫർളായ ഇബാദത്തിൽ വന്നതായ ന്യൂനതകൾ പരിഹരിക്കാൻ വേണ്ടിയാണ്. ഫൈരി മുബ്തിലില്ലഹ, ഫർളിനെ അസാധു ആക്കാത്തതായ ന്യൂനതകൾ. ഔ തർക്കി ശൈഇൻ മിൻ മന്ദൂബാത്തിഹ, അല്ലെങ്കിൽ ഫർളിൽ ചെയ്യേണ്ട എന്തെങ്കിലും സുന്നത്തുകൾ ഒഴിവാക്കിയിട്ടുണ്ടെങ്കിൽ അത് പരിഹരിക്കാൻ വേണ്ടിയാണ് സുന്നത്തായ നിസ്കാരവും, അതുപോലെ നോമ്പാണെങ്കിൽ സുന്നത്തായ നോമ്പും, സക്കാത്താണെങ്കിൽ സുന്നത്തായ സക്കാത്തും ഒക്കെ. കതർക്കി ഖുശൂഇൻ, ഭയഭക്തിയെ ഉപേക്ഷിക്കും പോലെ, വതദബ്ബുരി ഖിറാഅത്തിൻ ഫിസ്സലാത്തി, പരിശുദ്ധ ഖുർആൻ ഓതുമ്പോൾ ആ ഓതുന്നതിന്റെ അർത്ഥം ചിന്തിക്കണം, അത് ചിന്തിക്കാതിരിക്കുന്നത് പോലെ, നോമ്പ് നോറ്റുകൊണ്ട് ഗീബത്ത് പോലത്തത് പറയും പോലെ, ഇങ്ങനെ വരുന്ന നോമ്പിനെ ബാത്തിലാക്കാത്ത, അതേ സമയത്ത് നോമ്പിന്റെ കൂലി കുറക്കുന്ന കാര്യങ്ങളിൽ ഉണ്ടായിട്ടുണ്ടെങ്കിൽ അവിടെ പരിഹരിക്കാനാണ് സുന്നത്തായ നോമ്പ്. ഇബാദത്ത് 2 വിഭാഗമാണ്. ഒന്ന് ഖൽബിയായ ആരാധനകൾ, ഈമാൻ, അള്ളാഹുവിനെ സംബന്ധിച്ചുള്ള മാരിഫത്ത്, അറിവ്, അള്ളാഹുവിനെ സംബന്ധിച്ച് ചിന്തിച്ച് മനസ്സിലാക്കൽ,
അള്ളാഹുവിൽ ചിന്തിക്കലല്ല, നമ്മളെ സംബന്ധിച്ച് ചിന്തിച്ചിട്ട് അള്ളാഹിനെ സംബന്ധിച്ച് മനസ്സിലാക്കാനുള്ള കഴിവ് അത് വളരെ അത്യാവശ്യമാണ്. നമുക്കൊരു ഉദാഹരണം മാത്രം പറയാം, ക്ലിപ്പ് ദീർഘിക്കും എന്നതുകൊണ്ട്. ഇന്ന് ലോകത്ത് 8 ബില്യൺ ആളുകൾ താമസിക്കുന്നുണ്ട്, ബില്യണിലധികം. 1 ബില്യൺ എന്ന് പറഞ്ഞാൽ 100 കോടി എന്നാണല്ലോ. അപ്പോൾ 800 കോടിയിലധികം ആളുകൾ താമസിക്കുന്നുണ്ട്. നമ്മളെ കയ്യിലുള്ള മൊബൈൽ ഫോൺ എടുത്തുകൊണ്ട് അതിൽ സെക്യൂരിറ്റി കോഡ് നൽകുന്ന സമയം നമ്മുടെ മുഖമാണ് അതിന് കോഡായി നൽകുന്നത് എങ്കിൽ ഈ 800 കോടി ആളുകളുടെ മുഖം കാണിച്ചാലും നമ്മുടെ കയ്യിലുള്ള മൊബൈൽ ഫോൺ ഓണാവുകയില്ല. അതിന്റെ ലോക്ക് പോകണമെങ്കിൽ ഈ 800 കോടി ജനങ്ങളെ കൂട്ടത്തിൽ നിന്ന് നമ്മുടെ മുഖം തന്നെ കാണിക്കണം. ആരാണ് ഈ 800 കോടി ജനങ്ങളുടെ മുഖത്തിനും വ്യത്യാസം വെച്ചത്? അതാണ് സർവശക്തനായ അള്ളാഹു. ഇങ്ങനെയുള്ള അള്ളാഹുവിലുള്ള ഈമാന് വർദ്ധിക്കുന്ന കാര്യങ്ങളിലുള്ള തഫക്കുർ, ചിന്ത, വതവക്കുൽ, കാര്യങ്ങൾ അള്ളാഹുവിൽ അർപ്പിക്കൽ, വസ്സബ്റു, ക്ഷമ, അതേപ്രകാരം വതഹാറത്തി മിനൽ റദാഇലി, ദുസ്വഭാവങ്ങളിൽ നിന്ന് ശുദ്ധിയാവൽ, ഇതൊക്കെ ഖൽബിയായ അമലുകളിൽപ്പെട്ടതാണ്. ഇതാണ് ഏറ്റവും ശ്രേഷ്ഠമായ അമല്. പിന്നീട് ഇതിന്റെ കൂട്ടത്തിൽ ഏറ്റവും ശ്രേഷ്ഠമായത് ഈമാനാണ്. രണ്ടാമത്തെ വിഭാഗം ബദനിയായ ആരാധനയാണ്, ശരീരം കൊണ്ട് ചെയ്യുന്ന ഇബാദത്ത്. അതിനാണ് ബദ്നി എന്ന് പറയുന്നത്. ഖൽബി എന്ന് പറഞ്ഞാൽ ഹൃദയം കൊണ്ട് ചെയ്യുന്ന ആരാധന. ശരീരം കൊണ്ട് ചെയ്യുന്ന ആരാധനകളുടെ ഉദാഹരണം ഇസ്ലാം, നിസ്കാരം, നോമ്പ്, ഹജ്ജ്, സക്കാത്ത് പോലെ ഇവകളിൽ നിന്ന് ഏറ്റവും ശ്രേഷ്ഠമായത് ഇസ്ലാമാണ്. പിന്നീട് നിസ്കാരം, പിന്നീട് നോമ്പാണ്, പിന്നീട് ഹജ്ജാണ്, പിന്നീട് സക്കാത്താണ്. അപ്പൊ ഫർളു കുല്ലി മിന്ന, ഈ ആരാധനകളിൽ നിന്നുള്ള ഫർളായ ആരാധന അഫ്ളലു മിൻ നഫ്ലിഹി ബി70 ദറജ, സുന്നത്തായ ആരാധനയേക്കാൾ 70 ഇരട്ടി പ്രതിഫലമാണ്. ശരീരം കൊണ്ട് ചെയ്യുന്ന എല്ലാ ഫർളുകളുടെ കൂട്ടത്തിൽ നിന്നും ശ്രേഷ്ഠമായതാണ് ഫർള് നിസ്കാരം. അതുപോലെ സുന്നത്ത് നിസ്കാരം അഫ്ളലുൻ നവാഫിലി, സുന്നത്തുകളുടെ കൂട്ടത്തിൽ നിന്ന് ഏറ്റവും ശ്രേഷ്ഠമായത് സുന്നത്ത് നിസ്കാരമാണ്. എന്തുകൊണ്ട്? വൈന്നമാ കാനത്തി സ്വലാത്തു, എന്നാൽ സുന്നത്ത് നിസ്കാരമാണ് അമലിന്റെ കൂട്ടത്തിൽ നിന്ന് നിസ്കാരമാണ് ഏറ്റവും ശ്രേഷ്ഠമായത് എന്ന് പറയാൻ കാരണം മറ്റ് ആരാധനകളിലുള്ള പല ആരാധനകളും ഉൾക്കൊണ്ടതാണ് നിസ്കാരം. ദിക്റില്ല, അല്ലാഹുവിന്റെ ദിക്ർ നിസ്കാരത്തിലുണ്ട്. റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ സംബന്ധിച്ച് പറയുന്ന നിസ്കാരത്തിലുണ്ട്. സ്വലാത്ത്, പരിശുദ്ധ ഖുർആൻ പാരായണം നിസ്കാരത്തിലുണ്ട്. തസ്ബീഹുണ്ട്. അതേ പ്രകാരം അടക്കം അനങ്ങിക്കൊണ്ടുള്ള ആ അവസ്ഥയുണ്ട്. ശുദ്ധിയുണ്ട്, ഔറത്ത് മറക്കലുണ്ട്, ഖിബലക്ക് മുന്നിടലുണ്ട്, അന്നപാനീയങ്ങൾ ഉപേക്ഷിക്കലുണ്ട്. ഇങ്ങനെ അന്നപാനീയങ്ങൾ വർജിച്ചുകൊണ്ട് അത് ഒരു നോമ്പിന്റെ ആരാധനയിൽപ്പെട്ടതാണെങ്കിൽ അത് നിസ്കാരത്തിലുണ്ട്. ഇതിന്റെ ഒക്കെ പുറമെ റുക്കൂ, സുജൂദ് പോലെയുള്ള നിസ്കാരത്തിൽ മാത്രമുള്ള ഇബാദത്തും ഉണ്ട്. ഇവയെല്ലാം ഉൾക്കൊള്ളുന്നത് കൊണ്ടാണ് അമലിന്റെ കൂട്ടത്തിൽ, ശരീരം കൊണ്ട് ചെയ്യുന്ന അമലിന്റെ കൂട്ടത്തിൽ ഏറ്റവും ശ്രേഷ്ഠമായത് നിസ്കാരമാണ് എന്ന് പറയാനുള്ള കാരണം. സുന്നത്ത് നിസ്കാരം 4 ഇനങ്ങളാണ്. അത് ഇൻഷാ അല്ലാഹ് ഇതിന്റെ രണ്ടാമത്തെ ഭാഗത്തിൽ വിവരിക്കുന്നതാണ്. അതും കേൾക്കണമെന്ന് പ്രത്യേകമായി ഉണർത്തുന്നു. ഇതുപോലെ ഒരു മുഅ്മിനായ മനുഷ്യൻ അറിയേണ്ട അത്യാവശ്യ കാര്യങ്ങൾ ഈ ചാനലിൽ നിരന്തരമായി തുടരെ വന്നുകൊണ്ടിരിക്കും. അത് ലഭ്യമാകുന്നതിന് വേണ്ടി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണമെന്ന് ഉണർത്തുന്നു. അല്ലാഹു സുബ്ഹാനഹു വ തആല നാം എല്ലാവരെയും വിജയികളിൽ ഉൾപ്പെടുത്തട്ടെ. ഈ ചാനലിൽ സബ്സ്ക്രൈബ് ചെയ്ത് അംഗങ്ങളായ അനേകം ആളുകളുണ്ട്, 2000-ൽ പരം ആളുകൾ. അവരെല്ലാവർക്കും എല്ലാവിധ അനുഗ്രഹങ്ങളും അല്ലാഹു നൽകട്ടെ. എല്ലാവിധ ശർറുകളെ തൊട്ടും അവരെയും നമ്മയും ഒക്കെ അല്ലാഹു കാത്ത് രക്ഷിക്കട്ടെ. ആമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.